ആദ്യം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വക അടി, അത് കഴിഞ്ഞിട്ട് പഞ്ചാബിന്റെ വക തിരിച്ചടി. ബാറ്റർമാരുടെ അഴിഞ്ഞാട്ടം കണ്ട മത്സരത്തിൽ ഹൈദരാബാദിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് പഞ്ചാബ് സീസണിലെ മൂന്നാമത്തെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ശ്രേയസ് അയ്യരുടെ തകർപ്പൻ ഇന്നിംഗ്സ് ആണ് പഞ്ചാബിന് വിജയമൊരുക്കിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ഹൈദരാബാദാണ്. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും അവരുടെ വിശ്വരൂപം പുറത്തെടുത്തപ്പോൾ 8.1 ഓവറിൽ 120 റൺസ് ആണ് ഹൈദരാബാദ് സ്കോർ ചെയ്തത്. 300 അടിക്കുന്ന ടീം ആ ഒരു സ്കോറിലേക്ക് എത്തുമെന്ന് എല്ലാവർക്കും തോന്നിച്ചതാണ്. എന്നാൽ പിന്നീട് അവരുടെ സ്കോറിങ്ങിന്റെ വേഗത കുറഞ്ഞതാണ് 219 എന്ന സ്കോറിലേക്ക് അവർ ഒതുങ്ങാൻ കാരണം. അഭിഷേക് ശർമ്മ 28 പന്തിൽ 74 റൺസ് ആണ് അടിച്ചു കൂട്ടിയത്. 8 സിക്സുകളും 5 ഫോറുകളും അടങ്ങുന്ന ഒരു കിടിലൻ ഇന്നിംഗ്സ് 264 സ്ട്രൈക്ക് റേറ്റിൽ. ട്രാവിസ് ഹെഡ് 23 പന്തിൽ 38 റൺസ് എടുത്തപ്പോൾ 1 സിക്സും 5 ഫോറും അതിൽ ഉൾപ്പെട്ടിരുന്നു. 165 ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. ഇഷാൻ കിഷൻ 17 പന്തിൽ 27 റണ്ണോടെ മടങ്ങിയപ്പോൾ ഹെൻറിച്ച് ക്ലാസന്റെ ഇന്നിംഗ്സിന് പക്ഷേ വേഗത കുറവായിരുന്നു. 33 പന്തിൽ 39 റൺസ് ആണ് എടുത്തത്. അനികേത് വർമ്മ 9 പന്തിൽ 18, സലിൽ അറോറ 8 പന്തിൽ 9, നിതീഷ് കുമാർ റെഡ്ഡി 1 പന്തിൽ 0 നോട്ട് ഔട്ട്, ഹർഷ ദുബെ 1 നോട്ട് ഔട്ട് എന്നിങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ സ്കോറുകൾ. ശശാങ്ക് സിംഗ് 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ബാട്ട്ലെറ്റ് 1 വിക്കറ്റ് വീഴ്ത്തി, ഹർഷ്ദീപ് 2 വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 219 എന്ന കൂറ്റൻ സ്കോറിലേക്ക് ഹൈദരാബാദ് എത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബിന്റെ തുടക്കവും അതിഭീകരമായിരുന്നു. 6.2 ഓവറിൽ 99 റൺസ് അവരുടെ ഓപ്പണർമാർ കൂട്ടിച്ചേർത്തു. പ്രിയാൻ ഷാരിയ 20 പന്തിൽ 57 റൺസ് തകർത്തെടുത്തപ്പോൾ 5 സിക്സുകൾ 5 ഫോറുകൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. 285 ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. രവിചന്ദ്രൻ സിംഗ് 25 പന്തിൽ 51 റൺസ് എടുത്തു. 4 വീതം സിക്സുകളും ഫോറുകളും. കൂപ്പർ കോണോലിക്ക് അധികം സ്കോർ ചെയ്യാനായില്ല. 12 പന്തിൽ 11 റണ്ണോടെ മടങ്ങി. എന്നാൽ ശ്രേയസ് അയ്യർ അവിടെ നിന്ന് തകർപ്പൻ ഇന്നിംഗ്സ് ആണ് കാഴ്ചവെച്ചത്. 33 പന്തിൽ 69 റൺസോടെ പുറത്താകാതെ നിൽക്കുകയായിരുന്നു അയ്യർ. 5 വീതം സിക്സുകളും ഫോറുകളും അടങ്ങുന്ന നല്ല ഒന്നാന്തരം ഇന്നിംഗ്സ്. നേഹൽ വധേര 14 പന്തിൽ 14 റണ്ണോടെ മടങ്ങിയപ്പോൾ ശശാങ്ക് സിംഗ് 9 പന്തിൽ 16 റണ്ണോടെ പുറത്താകാതെ നിന്നു. അങ്ങനെ 18.5 ഓവറിൽ, അതായത് 7 പന്തുകൾ ബാക്കി നിൽക്കെ 223 റൺസ് നേടി അവർ വിജയിച്ചു. 4 വിക്കറ്റുകൾ മാത്രമാണ് പഞ്ചാബിന് നഷ്ടമായത്. ശിവാങ് കുമാർ 4 ഓവറിൽ 33 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ ഹൈദരാബാദിനായി വീഴ്ത്തി. അങ്ങനെ 4 കളികളിൽ നിന്ന് മൂന്നാമത്തെ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ് പഞ്ചാബ് ഇപ്പോൾ.